നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 3 ആയി. പിന്നെ ഞാൻ എന്താ വേണ്ടത്? അളിയാ, ഞാൻ എന്റെ പെങ്ങളുടെ ഇഷ്ടത്തിലാണ്, നീ വേണം ഞങ്ങളുടെ കല്യാണം എന്ന് ഞാൻ പറയണ്ടായിരുന്നു. പിന്നെ പറയാതെ എന്നാലും പറയണ്ടല്ലേ? അല്ല, നീ എന്തിപ്പോ അവനോട് പറഞ്ഞത്? ഞാനെന്ത് പറയാൻ, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, നാളെ എന്നെ കാണാനും കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവളോട് എഴുന്ന് വിളിക്കുമ്പോ സമയം പോലെ ഞാൻ പറയില്ലായിരുന്നു. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം 3 ആയി. പിന്നെ ഞാൻ എന്താ വേണ്ടത്? അളിയാ, ഞാൻ എന്റെ പെങ്ങളുടെ ഇഷ്ടത്തിലാണ്, നീ വേണം ഞങ്ങളുടെ കല്യാണം എന്ന് ഞാൻ പറയണ്ടായിരുന്നു. പിന്നെ പറയാതെ എന്നാലും പറയണ്ടേ? പറ്റണ്ടത് ആലോചിച്ചിട്ട് എന്റെ കയ്യും കാലും മറക്ക. അവനാ. ഹലോ അളിയ, നീ എവിടെയാണ്? ഞാൻ എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവൾക്കൊരുതിന് ഇഷ്ടാത്ര. ഇന്നെ കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുക. എടാ, അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ അടുത്ത് വല്ല മോട്ട കാണിച്ച് ഞാൻ പിടിച്ച് ചിലപ്പം കണ്ടുപിടി. നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നേ. എടാ, ഞാൻ ഓട്ടത്തിലാ. ആടാ, അന്ന് നടക്കട്ടെ, കുഴപ്പമില്ല. അച്ഛാ, നമുക്കേ നമ്മുടെ ബാനുവിനെ സഞ്ജുവിനെ കൊണ്ട് കെട്ടിച്ചാലേ. അവനാകുമ്പോ വേറെ ചിറ്റിക്കളിയൊന്നും ഇല്ല. പിന്നെ അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ചിറ്റിക്കളി ഉണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞേ. ഇതിപ്പോ എന്നായാലും നമ്മൾ അവളെ കെട്ടിക്കണ്ടല്ലേ. ഇത് സഞ്ജു ആണെങ്കിൽ അവൾ നമ്മുടെ കണ്ണിന് മുന്നിൽ ഉണ്ടാവും. ഏത് പരിഗണിക്കാവുന്നതാണ്. അവളുടെ ഇഷ്ടം കൂടി അറിഞ്ഞിട്ടേ നമുക്ക് ആലോചിക്കാം. അത് നീ ഉള്ള കൂടെ ഉണ്ടായിരുന്നോ? ഒന്നേ, എടാ, അവള് ഒരുത്തനെ കൊണ്ട് വരുന്നു പറഞ്ഞേക്കാ. ഇതിപ്പോ എന്ത് ചെയ്യാൻ പാടെന്ന് പറഞ്ഞൂടാ. എടാ, നിക്കണോന്ന് പറയണ്ട എന്തെങ്കിലും ഐഡിയ മനുഷ്യനെ പ്രാന്തിപ്പിക്കാൻ. എടാ, നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞാള് ഞാനാ. ഞങ്ങള് 3 വർഷമായിട്ട് ഇഷ്ടത്തിലാ. എടാ, നിന്നോട് ഇത് എങ്ങനെ പറയാന്ന്. ഏട്ടാ ഇങ്ങനെ മിണ്ടാതെയും പറയാനും പോവല്ലേ? എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല. നീ പറയുന്നത് കേൾക്കുകയും വേണ്ട. അത് ഒച്ച വെച്ച് അച്ഛനോർത്താൻ. നീ പേടിക്കണ്ട, ചേട്ടനല്ലേ, നമുക്ക് സമീപിച്ചെടുക്കാം. സേലത്ത് നോക്കി എടാ, എന്നാൽ അവൻ എന്നാ പന്ന പുരടെ കാണിച്ച്. ഇത്രയും വർഷം നിന്റെ കൂടെ നടന്നിട്ട്. എടാ എടാ സംസാരിച്ചിട്ട് പോ. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, അവൻ ഇത്രയ്ക്കും മുട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുള്ള ഒന്ന് പ്രേമിക്കുന്ന ഇത്ര വലിയ പ്രശ്നമാണോ?
ആണോ? എടാ നീയാണ് ഇതിനെല്ലാത്തിനും ഇടങ്ങേറുണ്ടാക്കണമെന്ന് അറിയാം. മേലാൽ ഇമാതിരി പരിപാടി കാട്ടിയാണെങ്കിൽ നീ എവിടെ നിന്നേ? നീ എന്നോട് കാര്യങ്ങളൊന്നും പറയാത്തത്? ഞാനത് സമ്മതിക്കില്ലെന്ന് കരുതിയ. നീ എന്തിനാ അവളെ നോക്കുന്നത്? അച്ഛാ അത് നിനക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് വേറെ ആരും പറഞ്ഞിട്ട് വേണം ഞാനറിയാൻ. ഞാൻ അറിഞ്ഞ നിന്റെ ബസ് സ്റ്റോപ്പിലെ കളിയൊക്കെ. പഴയ പോലെ അല്ല. എത്ര നേരം ഞങ്ങള് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സമയത്ത് കാലത്ത് വന്നോളൂ നിനക്ക്. പെണ്ണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങണ്ടേ? എപ്പോഴുള്ളതവന് അച്ഛാ അതങ്ങനൊന്നുമില്ല. പിന്നെ അവൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ നീ എല്ലാ ദിവസവും രാവിലെ കെട്ടി ഒരുക്കി ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നത്. എടാ തുറന്നു പറയാൻ പറ്റാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല ഈ പ്രേമം. അതുകൊണ്ട് മോനെ ഈ വൺ സൈഡ് പ്രേമൊക്കെ അങ്ങ് നിർത്തിക്കും കേട്ടോ. നീ നാളെ രാവിലെ പെണ്ണ് കാണാൻ പോകണം. പെണ്ണ് കാണാനാ? ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കി ഉണ്ട് കാരണന്മാർ കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങണം, ഞാനുണ്ടാവും. നീ ആ സഞ്ജുവിനെ കൂട്ടിക്കോ കേട്ടോ. സഞ്ജു ഒന്നും വേണ്ട, ഞാൻ ഗോകുലിനെ വിളിച്ചോണ്ട്. അല്ല അച്ഛനോട് ആരാ ഈ കാര്യം പറഞ്ഞേ? സഞ്ജു അല്ലാണ്ടാരാ? അവനല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയത്. നടക്കൂല കേട്ടാ. എനിക്കേ കണ്ടോന്റെ അവസാനത്തിൽ ഒരു പെണ്ണും കെട്ടണ്ട, ഒരു പിടക്കോഴിയും വേണ്ട. അച്ഛനത് എന്തിന്റെ കേടായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ ആ സഞ്ജുവിന്റെ പേര് പറയല്ലെന്ന്. അവരിപ്പോ അത്ര രസത്തിലല്ല. അതെന്താ? എന്ത് ഈ ആണുങ്ങളുടെ ഈഗോ അത് തന്നെ. നീ ഒന്ന് ചെന്ന് അവനോട് സംസാരിക്കും. ഞാനാ അച്ഛനായി വീട്ടിലച്ഛൻ പോയി സംസാരിക്കും. അച്ഛന്റെ ധർമ്മം. മോനെ വൈശാഖ എടാ. അച്ഛനൊന്നും പറയണ്ട, അച്ഛൻ എന്ത് പറഞ്ഞാലും നടക്കൂല. ഞാൻ അങ്ങനെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചോണ്ട്. എടാ നമ്മ വാക്ക് കൊടുത്തു പോയില്ലടാ. നീ ഒന്നും കാണ്, നമുക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാന്നേ. എടാ നിന്റെ അമ്മ മരിച്ചിട്ട് ഞാനുണ്ടല്ലോ വേറൊരു ജീവിതം പോലും അവസാനം ഇതെന്താണ് രാജാപാട്ട് നാടകോ? ഞാൻ വരാം. പിന്നെ അവിടെ ചെന്നിട്ട് പെണ്ണിന് ചക്കനെ മാറി സംസാരിക്കാനുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞ് വരാൻ നിൽക്കരുതിട്ടാ. അങ്ങനെ ഒന്നും ഞാൻ പറയില്ല, നീ ഒന്ന് വന്നാ മതി. അല്ല പറമ്പ് മേടിക്കാനുള്ള പ്ലാനും ഉണ്ടോ? എന്താ? അല്ല കുറെ സമയം അങ്ങോട്ടേക്ക് നോക്കിക്കുന്നു. ഭാനു പറഞ്ഞായിരുന്നു ഏട്ടനത് സംസാരിക്കില്ലത്. അല്ല ഭാനുവിനെ എങ്ങനെ അറിയാം? എനിക്ക് ഭാനുവിനെ അറിയാം, സഞ്ജുവിനെ പരിചയമുണ്ട്. ഞാൻ അവളുടെ കോളേജിൽ ഗസ്റ്റ് വർക്ക് ചെയ്യണേ. അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞോണ്ടാണ് അല്ലേ? ഏയ് അവനാണ് ഈ പരിപാടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതാ എനിക്കിന് താല്പര്യമില്ല. അപ്പൊ അത്രയുള്ളൂ നിന്റെ ഇഷ്ടമൊക്കെ അല്ലേ? ആഫ്റ്റർ ഓൾ നിനക്ക് ഈഗോ അല്ലേ എന്റെ ഏറ്റവും വലുത്? അതെ, എനിക്ക് എന്റെ ഈഗോ ആണ് വലുത്. പിന്നെ ഞാൻ എന്ത് വേണം? രണ്ടും കൂടി ഇടവും വല നിന്ന് ചതിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഒരു ഉണ്ണാക്കനെ പോലെ മിണ്ടാണ്ടിരിക്കണായിരുന്നു. അറ്റ്ലീസ്റ്റ് അവർക്ക് എന്നോട് പറയായിരുന്നില്ലേ? മതി എടോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. തനിക്കത് തിരിച്ചുണ്ടോന്നൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഇത് ഇവിടെ വെച്ച് നിർത്താടോ. അറിഞ്ഞുകൊണ്ട് ഇനി ചതിക്ക് നിന്ന് കൊടുക്കാൻ എന്നോട് പറ്റില്ല. ഏട്ടൻ ഇത്രയും വാശി എനിക്ക് ഞാൻ വിചാരിച്ചില്ല. കല്യാണം വരെ മുടക്കി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇപ്പൊ പറയണ്ടെന്ന്. കാര്യങ്ങളൊക്കെ മയത്തിൽ ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കില്ലായിരുന്നോ? നീ ഇത്രയും നാള് പറയാത്തതിന്റെ ഏട്ടൻ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ ഞാൻ ഈ സമയവും സന്ദർഭമൊക്കെ നോക്കി പറയാം. ഞാനൊന്നും പറയട്ടെ. എന്താ പൈസ എന്താ ഏട്ടന്റെ പ്രശ്നം? ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടമല്ലേ? ഏട്ടന് സന്തോഷമാവെങ്കിൽ ഞങ്ങൾ അതോട് നിർത്തിയേക്കാം.
1000 വട്ടം ആലോചിച്ചാ ഞങ്ങള് ഇത് വേണോ വേണോന്ന്. ഓരോ പ്രാവശ്യം നേരിട്ട് പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും എന്റെ ഒരു ഇഷ്ടത്തിന് എതിർക്കാത്ത പൈസ ആയിട്ട് ഇതിനെ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ തെറ്റിപ്പോയി. പേടിച്ചിട്ടാ. തെറ്റാണ് മുന്നേ പറയണമായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളെ ചതിക്കാനൊന്നും നോക്കിയിട്ടില്ല. മതിയായി എനിക്ക്. എന്താണോ വെച്ചാൽ അവർ രണ്ടാളും കൂടി ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ സെന്റ് അടിക്കാൻ വന്നു തലടിച്ചു പിടിക്കും മയില ഞാൻ. മോള് പേടിക്കണ്ട കേട്ടോ, ചേട്ടൻ എല്ലാത്തിനും കൂടി. നല്ല ചൂടുണ്ടല്ലോ. ഡോക്ടറെ കാണണോ? എന്നും കൂടി നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ നാളെ കാണാം. അച്ഛനൊരാളെ കാണാനുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടനെ വിളിച്ചാൽ മതി. അവനോട് ഉണ്ട് കേട്ടോ. എടാ ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അവൾക്ക് നല്ല പനിയുണ്ട്. നീ ഒന്ന് നോക്കിക്കണം കേട്ടോ. എന്താ വെച്ചാ കാണണമെന്ന് പറഞ്ഞേ? എന്താ മോനെ നിങ്ങൾ 3 പേരും തമ്മിൽ പ്രശ്നം? മോനും ഭാനുവും തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ? അല്ല, അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രേമിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങളത് ആദ്യമേ തന്നെ അവനോട് പറയണമായിരുന്നു. അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അത് പേടിച്ചിട്ടാ. ഞാൻ കുറെ നോക്കി. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? ചങ്കും കരലായിട്ടൊക്കെ നടന്നവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടപ്പായി. മോനൊരല്പം ക്രിഞ്ചാണ്. എന്നാലും ഞാൻ പറയാം, ഭാനുവിന് 1.5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് അവളുടെ ഒരു കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ അവളുടെ എല്ലാം അവനായിരുന്നു. അവളെ ഊട്ടുന്നതും ഉറക്കുന്നതും എല്ലാം. ഞാനും അവളില്ലാത്തതിൻ്റെ ഒരു കുറവ് പോലും അവൻ ഇന്നും വരെ വരുത്തിയിട്ടില്ല. തിരിച്ചവളും. ഇപ്പോൾ അവൾ പനി പിടിച്ച് കിടക്കുക. എന്തൊക്കെയാണെങ്കിലും അവളുടെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും എന്ന ഉറപ്പിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇത്രയേ ഉള്ളൂ ഈ വാശിയും വഴക്കും വൈരാഗ്യമല്ല. അതുകൊണ്ട് ഇത് അധികം വലിച്ചു കെട്ടണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തീർക്കണം. ഓൻ വന്ന് അവനൊന്ന് കാണാം കേട്ടോ. അതിന് മാത്രം പനിയൊന്നുമില്ലല്ലോ. നീ എന്ത് കാണിക്കണ? ഏട്ടനുണ്ട് ഇവിടെ. അതിനിപ്പോ എന്താ? എനിക്കാരും പേടിയൊന്നുമില്ല. നീ അങ്ങോട്ടേക്ക് പോകുന്നു? എത്ര കാലം നിനക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി കിടക്കാൻ പറ്റും? നീ വന്നേ. മതി നീ വാശി വെക്കാണോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് വന്ന 2 പേരും. പണ്ട് ഞാനും നിങ്ങളുടെ അമ്മയും പ്രേമിച്ചിരുന്ന സമയത്തെ ഈ സഞ്ജുവിൻ്റെ സ്ഥാനത്തായിരുന്നു ഞാൻ. ഇവനവളുടെ ഏട്ടൻ്റെ. എൻ്റെ ഏറ്റടുത്ത് കൂട്ടുകാരനായിരുന്നു. പല കുറി വേണോ എന്ന് ആലോചിച്ചത്. പക്ഷെ ഇവർ 2 പേരെയും വിട്ടുകളയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പേടി കൂടി ഒരു ദിവസം ഞങ്ങളങ്ങ് വിളിച്ചു. ആവേശമൊക്കെ തണുത്തപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയത്. ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവും. വാ തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾ ഈ വാശിയും ഈഗോയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് സംസാരിക്കുക. സ്വന്തത്തിനും ബന്ധത്തിനും മേലെല്ലാം ഒന്നും. എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. സഞ്ജു,
നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു. ഞാൻ സമ്മതിക്കില്ലെന്ന് നീ. ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞു ഏട്ടൻ എൻ്റെ സഞ്ജുവിന്റെ കാര്യം അച്ഛനോട് പറഞ്ഞത്. ഏട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് എന്നോടും പറഞ്ഞില്ലല്ലോ. അതിപ്പോ നിങ്ങൾ എൻ്റെ ഒരു പെട്ടെന്നൊന്നും പറയാണ്ട് ഒരു ദിവസം കയറി വന്ന് പറഞ്ഞപ്പോഴേ ഞാനെന്തോ ഒരു പുറത്തുള്ള ആളെ പോലെ പേടിച്ചിട്ട് ഏട്ടാ. ഏട്ടന്റെ കൂടെ നടന്ന എന്നെ പറ്റിക്കാണോ? അത് ഞങ്ങൾ തമ്മിൽ വിട്ടുപോകുന്നുള്ള പേടി. അല്ലാണ്ട് എന്നെ പറ്റിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. പോയിട്ടോ. സഞ്ജു UK വരുന്നു, കല്യാണം, ഇതൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാലേ അങ്ങനല്ല, ആ നാറി എന്നെ പറ്റിച്ചു. ദാ നോക്ക്, UK പോയത് മദാമയെ കണ്ടപ്പോ അവൻ എന്നെയും 3 കൊല്ലത്തെ പ്രേമവും ആവും. ചേട്ടാ പാവം എന്റെ ഏട്ടനെ ഉറപ്പിച്ചു. ഏട്ടനെ പറ്റി പറഞ്ഞപ്പോഴാ ഏട്ടൻ വേറെ കിട്ടി. മിസ്സിന്റെ പുറകെ കുറെ നടന്നു, ഒത്തില്ല. പിന്നെ ഞാൻ ജിമ്മിൽ ചേർന്നു. സങ്കടം കൊണ്ടൊന്നുമല്ല, ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലോ. അപ്പൊ പറഞ്ഞു തന്നത് എന്റെ ഏട്ടൻ കളിയാക്കി പറയുന്ന പോലെ എന്റെ പെങ്ങൾക്ക് ഒരു പ്രേമുണ്ടായിരുന്നു, അതിവിടെ തീർന്നു.